ബാക്കി വന്ന ചോറിനി കളയണ്ട. ഒരു മുട്ട കൂടി ചേർത്ത് മിക്സിയിൽ അരച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് തയ്യാറാക്കാം. വീശിയൊന്നും അടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ സോഫ്റ്റ് പൊറോട്ട. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതുപോലെ ഒരു ബൗൾ ചോറെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു മുട്ട കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ ഉപ്പ്. ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ചോറ് നമുക്കിതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചോറെല്ലാം ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദാപ്പൊടി, ഒരു ബൗൾ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് എത്രയും നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇതിൽ ആവശ്യാനുസരണം നമുക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ അല്പം പോലും വെള്ളം ഒഴിക്കണ്ട. ഈ ചോറരച്ച ആ മിക്സിൽ കൂടെ മൈദാപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യാനുസരണം മൈദാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഈ മൈദാപ്പൊടിയും ചോറിൻ്റെ മിക്സും കൂടി നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കൈ വെച്ച് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൽ നമുക്ക് മാവ് എത്രത്തോളം കൈ വെച്ച് കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും. ഇനി അല്പം കൂടി മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദാപ്പൊടി കൂടി ചേർത്ത് ഇനിയും നല്ലതുപോലെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കണം. ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട. എല്ലാം നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ സോഫ്റ്റായിട്ട് ഈ മാവ് നല്ല മയപ്പെടുത്തിയെടുക്കണം. അതുപോലെ നമുക്ക് ഈ മാവ് കുഴയ്ക്കുന്നത് മാത്രമല്ല റെസ്റ്റ് ചെയ്യാനും വെക്കണം. അതായത് വെളിച്ചെണ്ണ തടവി എണ്ണ തടവിയിട്ട് നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് എത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും. കാരണം മാവ് പുളിക്കുന്നതനുസരിച്ച് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും. മാവൊക്കെ പുളിച്ച് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഓരോ ബോളാക്കി ഉരുട്ടിയെടുക്കണം. ഞാനിതിനെ 4 ബോളായിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് 4 ബോളാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈ പൊറോട്ട. ഈ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പൊറോട്ട നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അധികം പൊറോട്ട കഴിച്ചുകൂടാ. എന്നാലും നമ്മളെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കടകളിൽ നിന്നൊക്കെ എപ്പോഴും വാങ്ങാറുണ്ട്. അപ്പോൾ നമുക്കിനി കടകളിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഇതുപോലെ പൊറോട്ട തയ്യാറാക്കി കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഓരോ ബോളാക്കി ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 ബോളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കിയിട്ട് ചെറിയ ബോളാക്കി വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. ഞാൻ പരത്തുന്നതിന് കണക്കാക്കിയാണ് ഇതുപോലെ 4 ബോളാക്കി എടുത്തത്. ഇനി നമുക്കിത് ചപ്പാത്തി എങ്ങനെയാണ് നമ്മൾ പരത്തുന്നത് ആ രീതിയിൽ നമുക്ക് അല്പം പൊടി തൂറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ മൈദാപ്പൊടി ഒന്ന് വിതറിയിട്ട് നമുക്കതിൽ വെച്ച് ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ തന്നെ പരത്തണം. ചപ്പാത്തിയെക്കാട്ടി നൈസായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കാനുള്ളത്. ഒട്ടും കട്ടിയില്ലാതെ തീരെ നൈസായിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ പരത്തിയെടുക്കണം. ആദ്യം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങളും പൊറോട്ട തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. വൈകുന്നേരമായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് പൊറോട്ടയാണ്. ഇത് വീശിയൊന്നും അടിക്കാതെ തന്നെ നമുക്കിതുപോലെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ടാണ് നമ്മൾ ഈ പൊറോട്ട തയ്യാറാക്കുന്നത്. ചപ്പാത്തി പരത്തുന്നത് പോലെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അല്പം കൂടി നമുക്കിതൊന്ന് പരത്താം. ഒട്ടും കട്ടി പാടില്ല. നല്ല തിന്നായിട്ട് നമുക്കിതിങ്ങനെ ഇതായിരിക്കണം. ചപ്പാത്തിയെക്കാട്ടിയും തിന്നായിട്ടാണ് നമുക്കിത് പരത്തിയെടുക്കാനുള്ളത്. ഇതുപോലെ നല്ല രീതിയിൽ ഒട്ടും കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് നമ്മളിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഓയിൽ ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. നമുക്കിതിലെല്ലാം ഇങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓയിൽ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 6-7 പീസായിട്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കണം.
ചെറിയ ചെറിയ പൊറോട്ട ആയിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇത്രയും മതി. അങ്ങനെ വലിയ പൊറോട്ട ആണെങ്കിൽ കട്ടിയായിരിക്കും. അപ്പം തീരെ കട്ടിയില്ലാതെ ഇരിക്കുന്നതാണ് നല്ല സോഫ്റ്റ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നീളത്തിന് കട്ട് ചെയ്ത് ഇതുപോലെ ചുരുട്ടിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീശിയൊന്നും അടിക്കാതെ കയ്യിൽ വെച്ച് തന്നെ ചുരുട്ടിയെടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പീസ് നമുക്കിതുപോലെ എടുത്തിട്ട് അതിനെ ഒന്ന് അല്പം കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം നമുക്കിത് ചുറ്റിയെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പൊറോട്ട. ഇങ്ങനെ നമുക്ക് എല്ലാം നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അല്ലാതെ പൊറോട്ട വീശിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ പീസും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് കയ്യിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നമുക്ക് കൈവച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. കറക്റ്റ് ആ പൊറോട്ടയുടെ പോലെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഈ പൊറോട്ട ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കറക്റ്റ് ആ പൊറോട്ടയെ പോലെ തന്നെ നമുക്ക് ലെയറായിട്ട് വീശി അടിച്ചില്ലെങ്കിൽ നമുക്ക് ആ ലെയറെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ചോറും ഒരു മുട്ടയും അല്പം മൈദാപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീശി അടിക്കാതെ പൊറോട്ട ഇതുപോലെ വീട്ടിലും തയ്യാറാക്കാം. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പൊറോട്ട ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പൊറോട്ട ഇട്ട് കൊടുക്കാം. നല്ല ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമുക്കിതിൽ 2, 3 ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ 1, 2 കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 സൈഡിലും ഇതുപോലെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പൊറോട്ട ഇവിടെ തയ്യാറാക്കാൻ പറ്റി. ഈ രീതിയിൽ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം.